അമേരിക്കയും ഇറാനും തമ്മിലുള്ള പതിറ്റാണ്ടുകളായുള്ള വൈരത്തിന്റെ കേന്ദ്രബിന്ദുവായി പലപ്പോഴും ഉയർന്നുവന്നത് ഇറാന്റെ ആണവ പരിപാടിയാണ്. ഇറാൻ ആണവായുധം വികസിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണം വർഷങ്ങളായി അമേരിക്ക ഉന്നയിച്ചുവരുന്നു. ഇന്നും ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടികൾക്ക് അമേരിക്ക നൽകുന്ന പ്രധാന വിശദീകരണവും അതുതന്നെയാണ്. ഇറാൻ ആണവായുധ ശേഷി കൈവരിക്കുന്നത് തടയാനാണ് ഈ നടപടികളെന്നാണ് അവരുടെ വാദം. എന്നാൽ ഇതുവരെ ഇറാന്റെ കൈവശം ആണവായുധം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മുഴുവൻ യുറേനിയം ശേഖരമോ നിർണായക ഉപകരണങ്ങളോ കണ്ടെത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിനിടെയാണ് ഇസ്രായേലിലെ പ്രമുഖ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ ശ്രദ്ധേയമായ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിനുള്ളിൽ തന്നെ ഇറാൻ തങ്ങളുടെ ആണവപരിപാടിയുമായി ബന്ധപ്പെട്ട നിർണായക സാമഗ്രികളും ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകളും അതീവ സുരക്ഷിതമായ ഭൂഗർഭ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്നാണ് വിലയിരുത്തൽ. ഇറാനിലെ പർവ്വതപ്രദേശങ്ങളിലുള്ള ശക്തമായി സംരക്ഷിക്കപ്പെട്ട തുരങ്കസമുച്ചയങ്ങളിലേക്കാണ് ഈ ഉപകരണങ്ങൾ മാറ്റിയതെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഈ വിലയിരുത്തലിന് പിന്നിൽ ചില ഉപഗ്രഹചിത്രങ്ങളും ഉണ്ടെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. ദീർഘകാലമായി ആ പർവ്വതമേഖലയിലേക്ക് സൈനിക ട്രക്കുകളും മറ്റു ഭാരവാഹനങ്ങളും തുടർച്ചയായി സഞ്ചരിക്കുന്നതായി ഉപഗ്രഹ നിരീക്ഷണങ്ങളിൽ വ്യക്തമായതായി അവർ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനാൽ അമേരിക്കൻ ആക്രമണത്തിൽ നശിക്കാൻ സാധ്യതയുള്ള പ്രധാന ആണവ സൗകര്യങ്ങൾ നേരത്തെ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരിക്കാമെന്നാണ് പല വിദഗ്ധരുടെയും നിഗമനം. ഇറാന്റെ ഭൂപ്രകൃതി തന്നെ ഇത്തരം പ്രതിരോധ നടപടികൾക്ക് വലിയ പിന്തുണ നൽകുന്നതാണ്. വിശാലമായ പർവ്വതനിരകളും ഭൂഗർഭ തുരങ്കങ്ങളുമുള്ള രാജ്യമായതിനാൽ നിർണായക സൈനികാണവ കേന്ദ്രങ്ങൾ ആഴത്തിലുള്ള ഭൂഗർഭ സംവിധാനങ്ങളിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് വർഷങ്ങളായി റിപ്പോർട്ടുകൾ പറയുന്നു. അതിനാൽ ഇത്തരം കേന്ദ്രങ്ങളെ കണ്ടെത്തുകയോ പൂർണ്ണമായും നശിപ്പിക്കുകയോ ചെയ്യുന്നത് എളുപ്പമല്ലെന്നാണ് സൈനിക വിശകലനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനിടെ ഈ മുന്നറിയിപ്പുകളെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൗരവമായി എടുത്തില്ലെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. മുമ്പും ഇത്തരത്തിലുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും ആവശ്യമെങ്കിൽ ഈ കേന്ദ്രങ്ങളെയെല്ലാം ആക്രമിച്ച് പ്രവർത്തനരഹിതമാക്കാൻ അമേരിക്കയ്ക്ക് കഴിയും എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷം അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങൾ ഇറാനിലെ ചില പ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയിരുന്നു. ആ സമയത്ത് ആണവ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിർണായക ഉപകരണങ്ങൾ അവിടെയുണ്ടെന്ന ധാരണയിലായിരുന്നു ആക്രമണമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അപകടസാധ്യത മുൻകൂട്ടി കണക്കിലെടുത്ത് ഇറാൻ നിർണായക ഉപകരണങ്ങൾ നേരത്തെ തന്നെ മറ്റിടങ്ങളിലേക്ക് മാറ്റിയിരിക്കാമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്നാണ് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉദ്ധരിക്കുന്ന വിലയിരുത്തലുകൾ. എങ്കിലും അവയുടെ കൃത്യമായ സ്ഥാനം സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇറാന്റെ ആണവപരിപാടിയെക്കുറിച്ച് ഇന്നും അനിശ്ചിതത്വം തുടരുകയാണ്. ഇറാൻ യഥാർത്ഥത്തിൽ ആണവായുധം നിർമ്മിച്ചു കഴിഞ്ഞോ അതോ ഇപ്പോഴും യുറേനിയം സമ്പുഷ്ടീകരണ ഘട്ടത്തിലാണോ എന്ന കാര്യത്തിൽ വ്യക്തമായ തെളിവുകൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. അമേരിക്കൻ ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ സൂക്ഷ്മമായ ഭാഷയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതേസമയം പർവ്വതമേഖലയിലേക്ക് സൈനിക വാഹനങ്ങളുടെ ഗതാഗതം തുടരുന്നതായുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ഇത് ആണവ സൗകര്യങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായിരിക്കാമെന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട്. ഇതിനിടെ ആവശ്യമെങ്കിൽ ആ ഭൂഗർഭ കേന്ദ്രങ്ങളെയും ആക്രമിക്കുമെന്ന മുന്നറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയതായി റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇറാൻ ഇതിനോടകം തന്നെ പ്രധാന സംവിധാനങ്ങൾ കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കാമെന്ന വിലയിരുത്തൽ അമേരിക്കൻ പദ്ധതികൾക്ക് വെല്ലുവിളിയാകുമോ എന്ന ചോദ്യവും ഉയരുന്നു. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ തുടരുകയാണ്. അമേരിക്ക ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം തുടരുമ്പോൾ ഇറാൻ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. അതിന്റെ ഫലമായി ഗൾഫ് മേഖല മുഴുവൻ കടുത്ത സുരക്ഷാ ജാഗ്രതയിലാണ്. സമീപകാലത്ത് ജോർദാൻ അതിർത്തിക്ക് സമീപം നടന്ന മിസൈൽ സംഭവത്തിന്റെ അവശിഷ്ടങ്ങൾ ഇസ്രായേൽ നിയന്ത്രണ പ്രദേശങ്ങളിൽ പതിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനു പിന്നാലെ ഏത് സാഹചര്യവും നേരിടാൻ സൈന്യം സജ്ജരാകണമെന്ന് ഇസ്രായേൽ സൈനിക നേതൃത്വം നിർദ്ദേശം നൽകിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെ വേഗത്തിൽ ദുർബലമാക്കാമെന്ന അമേരിക്കൻ പ്രതീക്ഷ ഇതുവരെ പൂർണ്ണമായി യാഥാർത്ഥ്യമായിട്ടില്ലെന്നാണ് പല സൈനിക നിരീക്ഷകരുടെയും വിലയിരുത്തൽ. സംഘർഷം നീണ്ടുപോകുന്നതിനിടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പുതിയ വെല്ലുവിളികൾ ഉയരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനിടെ ട്രംപിനെതിരെ ഗൂഢാലോചനയുണ്ടെന്ന ഇസ്രായേൽ രഹസ്യാന്വേഷണ വിവരങ്ങളും വിവിധ മാധ്യമങ്ങളിൽ ഇടംപിടിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇതിനൊപ്പം ഇറാന്റെ ആണവ സൗകര്യങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്ന പുതിയ റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുകയാണ്. ഭൂഗർഭ പർവ്വതകേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇത്തരം സംവിധാനങ്ങളെ സാധാരണ ആക്രമണങ്ങളിലൂടെ നശിപ്പിക്കുന്നത് പ്രയാസമാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതിന് ശക്തമായ ബങ്കർബസ്റ്റർ ആയുധങ്ങൾ ആവശ്യമായി വരാമെന്നും ചില സൈനിക വിശകലനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അത്തരം ആക്രമണങ്ങൾ നടന്നാൽ റേഡിയോളജിക്കൽ മലിനീകരണം ഉൾപ്പെടെയുള്ള അപകടസാധ്യതകളെക്കുറിച്ചും വിവിധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.
അതിനാൽ ഈ സംഘർഷം കൂടുതൽ വ്യാപിക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയുടെ സുരക്ഷ മാത്രമല്ല ആഗോള സമ്പദ്വ്യവസ്ഥയും വലിയ സമ്മർദ്ദം നേരിടേണ്ടിവരുമെന്ന ആശങ്ക ശക്തമാകുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ ആണവപരിപാടിയുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്ന പുതിയ റിപ്പോർട്ടുകൾ കൂടുതൽ ശ്രദ്ധ നേടുന്നത്. എന്നാൽ ഈ അവകാശവാദങ്ങളിൽ പലതും മാധ്യമ റിപ്പോർട്ടുകളെയും വിശകലനങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. സ്വതന്ത്രമായ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല.